ഹായ്, എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും ഇങ്ങനെ ഓടി നടന്നിട്ടും എങ്ങും എത്തുന്നില്ല, ഒന്നും നേടാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു തോന്നല് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു വിശകലനം നിങ്ങൾക്കുള്ളതാണ്. ദി ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകമാണ് നമ്മൾ നോക്കുന്നത്. വാ, ഈ തിരക്കിന്റെ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഈ ഒരു ഫീലിംഗ് നമുക്ക് മിക്കവർക്കും അറിയാവുന്ന ഒന്നാണല്ലേ. ദിവസം മുഴുവൻ എന്തൊക്കെയോ ചെയ്യും, അവസാനം നോക്കുമ്പോഴോ ആകെ ഒരു ക്ഷീണം മാത്രം. അപ്പൊ യഥാർത്ഥ ചോദ്യം ഇതാണ്: ഈ ഓട്ടപ്പാച്ചിൽ കൊണ്ട് നമ്മൾ ശരിക്കും എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. അപ്പോ ഈ ഒരു യാത്രയിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ മടി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒന്ന് പൊളിച്ചെഴുതും. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ തന്നെ വന്നിരിക്കും. അതായത് 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അതിനുശേഷം നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില ആന്തരിക തടവറകളുണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ തിരിച്ചറിയും. അത് കഴിഞ്ഞാൽ വെറുതെ കഠിനാധ്വാനം ചെയ്യുന്നതിന് പകരം എങ്ങനെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കാമെന്ന് പഠിക്കും. അവസാനം തളർന്നു പോകാതെ സ്ഥിരമായി മുന്നോട്ടു പോകാൻ പറ്റുന്നൊരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ശരിക്കും ഈ മടി എന്ന് പറയുന്നത്? സമൂഹം നമ്മളെ പഠിപ്പിച്ച ആ നിർവചനമുണ്ടല്ലോ, അതിനെ നമുക്കൊന്ന് ചോദ്യം ചെയ്യേണ്ട സമയമായി. സമൂഹത്തിന്റെ ഒരു രീതി വെച്ച് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, 24/7 ബിസി ആയിരിക്കണം, വിശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബലഹീനതയാണ്. പക്ഷെ അതിന്റെ ഫലമെന്താ? അവസാനം വരുന്നത് ബേൺ ഔട്ട്. ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എവിടെയും എത്തുന്നില്ല എന്നൊരു തോന്നൽ, ഇതൊക്കെയാണ്. അപ്പോ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, മടിയുടെ കല എന്ന് പറയുന്നത് വെറുതെ ഒന്നും ചെയ്യാതിരിക്കലല്ല, മറിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ അത് ബുദ്ധിപരമായിട്ട് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഊർജം പരിമിതമാണ് അല്ലേ? അത് ആവശ്യമില്ലാത്ത 100 കാര്യങ്ങൾക്കു വേണ്ടി കളയാതെ ഏറ്റവും പ്രധാനപ്പെട്ട ശരിയായ കാര്യങ്ങൾക്കു വേണ്ടി മാത്രം ചെലവഴിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. ഇതൊരു തരം സ്ട്രാറ്റജിക് എനർജി മാനേജ്മെന്റ് ആണെന്ന് പറയാം. അടുത്തത്, ഈ പുതിയൊരു രീതിയിലേക്ക് മാറാൻ നമുക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മാനസിക മാറ്റത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന്റെ 100% ഉത്തരവാദിത്വവും നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച്. ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം എന്താണ്? ഇത് ആരുടെ തെറ്റാണ് എന്നാണോ ആ ചോദ്യം? നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യം നോക്കുന്നത് മറ്റൊരാളെ പഴിചാരാനാണ്, അല്ലേ? ഈ സ്ലൈഡിൽ കാണുന്ന വ്യത്യാസം വളരെ വ്യക്തമാണ്. ഇടതുവശത്ത് നോക്കൂ, അതൊരു ഇരയുടെ മാനസികാവസ്ഥയാണ്. എപ്പോഴും ഒഴികഴിവുകൾ പറയും, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവരുടെ തെറ്റാണ് എന്നൊക്കെ. മാറ്റം വരാൻ വേണ്ടി വെറുതെ കാത്തിരിക്കും. പക്ഷേ വലതുവശത്ത് നോക്കൂ, അതൊരു ഓണർഷിപ്പ് മെന്റാലിറ്റിയാണ്. ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് എന്ത് നിയന്ത്രിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരാള്. ആ ചോദ്യം ആരുടെ തെറ്റ് എന്നതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും എന്നതിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മൾ പവർഫുള്ളാവുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു ഭാരമല്ല, അത് കുറ്റബോധം തോന്നാനുള്ള ഒന്നല്ല. നേരെ മറിച്ച് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. അടുത്തതായി എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പവർ നമ്മുടെ കയ്യിലേക്ക് തിരികെ വരികയാണ്. ഓക്കേ, ഇനി നമുക്ക് ശരിക്കും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചില ആന്തരിക തടസ്സങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പലപ്പോഴും നമ്മൾ ഇതിനെ മടി എന്ന പേരിട്ട് വിളിക്കും. പക്ഷെ യഥാർത്ഥ പ്രശ്നം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. കംഫർട്ട് സോൺ, നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പരിചിതമായ ഒരിടം. അവിടെ വലിയ റിസ്ക് ഒന്നുമില്ല, പരാജയപ്പെടും എന്ന പേടി വേണ്ട, ആരും വിമർശിക്കാനും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സുരക്ഷിതത്വം തോന്നും. പക്ഷേ ഈ കംഫർട്ട് സോണിന്റെ ഒരു ഇരുണ്ട വശമുണ്ട്. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. അത് നമുക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യും, പക്ഷെ പകരം തരുന്നത് മുരടിപ്പാണ്. പരാജയമില്ലാന്ന് പറയും, പക്ഷെ അതുകൊണ്ട് നമ്മുടെ പുരോഗതി അത് തടയും. അവസാനം എന്താ സംഭവിക്കുക? വർഷങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോ ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങളെ സംരക്ഷിക്കുന്നൊരു പരിചയമാണോ, അതോ നിങ്ങളുടെ ചിറകുകൾ വിരിച്ചു പറക്കാൻ അനുവദിക്കാത്ത ഒരു കൂടാണോ? പെർഫെക്ഷനിസം, പലരും ഇതൊരു വലിയ ക്വാളിറ്റി ആയിട്ടാണ് കാണുന്നത്. എന്നാൽ സത്യം അതല്ല. ഇതൊരു ഉയർന്ന നിലവാരത്തിന് വേണ്ടിയുള്ള ശ്രമമല്ല, മറിച്ച് അതൊരു തരം ഭയമാണ്. തെറ്റുപറ്റുമോ എന്ന ഭയം, മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന ഭയം, ഞാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല എന്ന തോന്നലിൽ നിന്ന് വരുന്ന ഭയം. ഈ ഭയം കാരണം നമ്മൾ ഒന്നും തുടങ്ങാതെ അനന്തമായി നീട്ടിവെക്കും. അതുകൊണ്ട് ഈ ശരാശരിയുടെ കെണിയിൽ പോയി വീഴരുത്. ആ നിശ്ചലത തൽക്കാലത്തേക്കൊരു സുഖം തരുമായിരിക്കും,
പക്ഷെ ജീവിതത്തിന്റെ അവസാനം നമ്മളെ വേട്ടയാടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? അയ്യോ, എനിക്കിതിലും എത്രയോ നന്നായി ചെയ്യാമായിരുന്നു എന്ന നിശബ്ദമായ ഒരു ഖേദമായിരിക്കും അത്. ശരി, അപ്പൊ നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് വരാം. വെറുതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനു പകരം എങ്ങനെ ഫലപ്രദമായി സ്മാർട്ടായി ജോലി ചെയ്യാമെന്ന് നോക്കാം. എന്തൊരു മനോഹരമായ ഒരു ഉപമയാണല്ലേ ഇത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു തീപ്പൊരി പോലെയാണ്. അത് പെട്ടെന്ന് കത്തും, പക്ഷെ അത്രയും പെട്ടെന്ന് തന്നെ കെട്ടുപോകാനും സാധ്യതയുണ്ട്. എന്നാൽ സ്വയം അച്ചടക്കം അങ്ങനെയല്ല. അത് നമ്മളെ സ്ഥിരമായി മുന്നോട്ട് നയിക്കുന്ന ഒരു കെടാത്ത ജ്വാലയാണ്. താൽപ്പര്യമില്ലാത്ത ദിവസങ്ങളിലും മടി പിടിച്ചിരിക്കുമ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ അച്ചടക്കമാണ്. ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് 80-20 റൂൾ അല്ലെങ്കിൽ പാരേറ്റോ പ്രിൻസിപ്പൽ. നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന 80% ജോലികളും തരുന്നത് വെറും 20% റിസൾട്ട് മാത്രമാണ്. അതേസമയം നമ്മൾ ചെയ്യുന്ന കുറച്ച്, അതായത് വെറും 20% ജോലികളാണ് 80% ഫലങ്ങളും നൽകുന്നത്. അപ്പൊ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ശരിക്കും പ്രൊഡക്റ്റീവ് ആണോ അതോ വെറുതെ ബിസി ആയിരിക്കുകയാണോ? ആ 20% ഏതാണെന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കഴിവായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ ഈ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. നമ്മൾ ശരിക്കും ചെയ്യുന്നത് ടാസ്ക് സ്വിച്ചിംഗ് ആണ്. അതായത് ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. ഓരോ തവണ ഇങ്ങനെ ചാടുമ്പോഴും എന്ത് സംഭവിക്കും? നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടും, കോൺസെൻട്രേഷൻ പോവും, തിരിച്ച് ആദ്യത്തെ ജോലിയിലേക്ക് വരാൻ വീണ്ടും സമയമെടുക്കും. ഫലമോ, നമ്മുടെ ഊർജ്ജം വെറുതെ നഷ്ടപ്പെടും, തെറ്റുകൾ കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് എങ്ങനെ തളർന്നു പോകാതെ ദീർഘകാലത്തേക്ക് വളർച്ചയും സന്തോഷവും ഉറപ്പാക്കുന്ന ഒരു ജീവിതരീതി അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. 24 മണിക്കൂറും ജോലി ചെയ്യുന്നത് ഒരു വലിയ കാര്യമായി കാണുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. വിശ്രമം ജോലിയുടെ ശത്രുവല്ല, അത് ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ശരിക്ക് വിശ്രമിച്ചാൽ മാത്രമേ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധയും ഊർജ്ജവും ഉണ്ടാവുകയുള്ളൂ. ബേൺ ഔട്ട് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് വരുന്ന ഒന്നല്ല. ഓരോ ദിവസവും നമ്മൾ വിശ്രമത്തെ അവഗണിക്കുന്നതിന്റെ ഫലമാണത്. ഓർക്കുക, നമ്മുടെ ഏറ്റവും നല്ല ആശയങ്ങൾ പലപ്പോഴും വരുന്നത് വലിയ സമ്മർദ്ദത്തിലിരിക്കുമ്പോഴല്ല, മനസ്സ് ശാന്തമായി വിശ്രമിക്കുമ്പോഴാണ്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത്ര പ്രാധാന്യമില്ലാത്തൊരു കാര്യത്തോട് നമ്മൾ അതെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പ്രാധാന്യമുള്ള മറ്റെന്തിനോടോ ഇല്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വലിയ ലക്ഷ്യങ്ങളോടായിരിക്കാം, നമ്മുടെ ആരോഗ്യത്തോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്രമത്തോടും സന്തോഷത്തോടുമായിരിക്കാം. അതുകൊണ്ട് അനാവശ്യ കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു സെൽഫ് കെയർ ആണ്. ഈ പുസ്തകത്തിന്റെ മുഴുവൻ ആശയത്തെയും ഈ ഒരൊറ്റ വാചകത്തിൽ ഒതുക്കാം. ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ട മത്സരമല്ല, മറ്റുള്ളവരെ തോൽപ്പിച്ചോടി തീർക്കേണ്ട ഒന്നല്ല അത്. മറിച്ച് ഓരോ നിമിഷവും അനുഭവിച്ച് അതിൽ നിന്ന് പഠിച്ച് വളർന്നു മുന്നോട്ടു പോകാനുള്ളൊരു അനുഭവമാണ്. ഇവിടെ വേഗതയല്ല പ്രധാനം, നമ്മൾ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നതാണ്. അപ്പോ ഈ ഒരു ചർച്ചയുടെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിലാണ്: നിങ്ങൾക്ക് ഏതു വഴി തിരഞ്ഞെടുക്കണം? എപ്പോഴും തിരക്കിലായി അവസാനം ക്ഷീണിച്ച് തളരുന്ന ആ ജീവിതമാണോ, അതോ ബുദ്ധിപരമായി പ്രവർത്തിച്ച് ആവശ്യത്തിന് വിശ്രമിച്ച് ജീവിതം ആസ്വദിച്ച് ഫലപ്രദമാകുന്ന ആ ഒരു കലയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഈ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്.